നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ സാധിക്കാതെ വന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണമാണ് അന്താരാഷ്ട്ര വിപണിയിൽ റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ സാധിക്കാതെ വന്നത്. അതോടുകൂടി റഷ്യൻ എണ്ണ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊഴിവാക്കാനാണ് റഷ്യ ഇന്ത്യയെ സമീപിച്ചത്. കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ രണ്ടാമതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സമീപിച്ച് ഇന്ത്യക്ക് റഷ്യ ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ വാഗ്ദാനം ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാഗ്ദാനം ഇന്ത്യക്ക് വലിയ പ്രയോജനകരമായി തീർന്നു. ഇന്ത്യ അത് രാഷ്ട്ര താൽപ്പര്യത്തിനനുസരിച്ച് സ്വീകരിച്ചു. എന്നാൽ ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം സമ്മർദ്ദം ചെലുത്തി നോക്കി. അതൊന്നും നടന്നില്ല. ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. മിഡിൽ ഈസ്റ്റിനെ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന ഇന്ത്യ പിന്നീട് റഷ്യയിലേക്ക് പതിയെ മാറുന്നത് നമ്മൾ കണ്ടു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ എണ്ണയുടെ വില പിടിച്ചു നിർത്താനും കഴിഞ്ഞു. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ഇറക്കുമതി ചുങ്കം അടക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ചുമത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇന്ത്യ അതിനൊന്നും വഴങ്ങിയില്ല. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റെക്കോർഡ് ഉയരത്തിലായിരുന്നു. മെയ് മാസത്തിൽ 36.5% ഇന്ത്യൻ ഇറക്കുമതിയുടെ 36.5% റഷ്യൻ എണ്ണയെങ്കിൽ ഏതാണ്ട് 50%-നടുത്തായി ജൂണിലെ സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും പടുകൂറ്റൻ കപ്പലുകളിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഒഴുകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്പം രസകരമായ എന്നാൽ വിചിത്രമായ ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യക്ക് ആവശ്യം പോലെ എണ്ണ നൽകിക്കൊണ്ടിരിക്കുന്ന റഷ്യയിൽ ഇപ്പോൾ വൻ ഇന്ധനക്ഷാമം നേരിട്ടിരിക്കുന്നു. റഷ്യയുടെ 11 ടൈം സോണുകളിലും ഇന്ധനക്ഷാമമുണ്ട്. പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമാകുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, റഷ്യയിൽ ഉപയോഗിക്കുന്ന വാഹന ഇന്ധനമായി ഉപയോഗിക്കുന്ന ഗ്യാസോലൈൻ്റെ വില കുതിച്ചുയരുകയും ചെയ്തു. റഷ്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് പൊടുന്നനെ നീങ്ങിയത്? ലോകമെമ്പാടും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന റഷ്യയ്ക്ക് ഇതെന്തു പറ്റി? എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യുക്രൈൻ റഷ്യയിന് നേരെ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. യുക്രൈൻ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് റഷ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളാണ്, എണ്ണ കിണറുകളെയാണ്. വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. അതുകൊണ്ട് തന്നെ എണ്ണ ഉൽപാദനം നടത്താൻ റഷ്യയ്ക്ക് ഇപ്പോൾ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു. റഷ്യയുടെ എണ്ണ ഉൽപാദനത്തിൽ വൻ കുറവ് വന്നിരിക്കുന്നു ഈ ആക്രമണങ്ങൾ കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. എണ്ണ കിട്ടാൻ ഇല്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ഏറ്റവും വിചിത്രമായ മറ്റൊരു കാര്യം, ഈ സാഹചര്യത്തിൽ റഷ്യയെ സഹായിക്കാൻ എത്തുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപഭോഗം നടത്തുന്ന രാജ്യം, മൊത്തം ഉപയോഗിക്കുന്ന എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഒരാപത് ഘട്ടത്തിൽ റഷ്യയെ സഹായിക്കാനെത്തുന്നു. റഷ്യയ്ക്ക് ആവശ്യമായ ഗ്യാസോലൈൻ എന്ന് പറയുന്നത് മറ്റൊരു പെട്രോളിയം പ്രോഡക്റ്റാണ്. റിഫൈനറികളിൽ നിന്നും പ്രത്യേകമായി രൂപകൽപ്പന അല്ലെങ്കിൽ പ്രത്യേകമായി ഉണ്ടാക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. പല രാജ്യങ്ങളിലും ഇതാണ് വാഹന ഇന്ധനമായി ഉപയോഗിക്കുന്നത്. റഷ്യയിലും ഗ്യാസോലൈനാണ് വാഹന ഇന്ധനം. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ആവശ്യമായ ഗ്യാസോലൈൻ ക്രൂഡ് ഓയിലിൽ നിന്ന് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുകയും ഏതാണ്ട് 70,000 മെട്രിക് ടണ്ണോളം ഗ്യാസോലൈൻ ഇതിനോടകം തന്നെ റഷ്യയിലേക്ക് ഇന്ത്യ എത്തിച്ചതായിട്ടുമാണ് വാർത്തകൾ പരന്നിരിക്കുന്നത്. അവിശ്വസനീയമായ കാര്യമാണ്. ഇന്ത്യയുടെ ആവശ്യത്തിന് പോലും പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം അടിയന്തിരമായി ഇന്ത്യക്ക് പെട്രോളിയം നൽകുന്ന ഒരു രാജ്യത്തിന് ഒരു ക്രൈസിസ് വന്നപ്പോൾ ഗ്യാസോലൈൻ നിർമ്മിച്ച് ഇന്ത്യൻ റിഫൈനറികളിൽ നിർമ്മിച്ച് 70,000 മെട്രിക് ടൺ ഗ്യാസോലൈൻ റഷ്യയിലേക്ക് ഇന്ത്യ
എത്തിച്ചിരിക്കുകയാണ്. ഏത് റിഫൈനറിയാണ് റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗ്യാസോലൈൻ ഉൽപ്പാദിപ്പിച്ചത് എന്ന് നിലവിൽ രഹസ്യമായി തുടരുകയാണ്. പക്ഷേ എന്തായാലും ഇന്ത്യൻ റിഫൈനറികളുടെ കരുത്ത് ലോകം മനസ്സിലാക്കുകയാണ്. ഇന്ത്യക്ക് ഇപ്പോൾ അതിശക്തമായ ഒരു റിഫൈനറി സംവിധാനമുണ്ട്, റിഫൈനറി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇന്ത്യയിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ ശേഖരത്തിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ റിഫൈനറികളിൽ എണ്ണ ഇപ്പോൾ ശേഖരിച്ചു വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഗ്യാസോലൈൻ റഷ്യയ്ക്ക് ഇന്ത്യ ഇപ്പോൾ അടിയന്തര ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല 4 ലക്ഷം മെട്രിക് ടണ്ണോളം ഗ്യാസോലൈൻ വിവിധ രാജ്യങ്ങളിൽ നിന്നും റഷ്യ വാങ്ങാൻ പദ്ധതിയിടുന്നു എന്നും വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായും മന്ത്രിമാരും ആയിട്ടും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ റഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഇന്ധന ഷോർട്ടേജ് ഉണ്ട് എന്ന് സമ്മതിച്ചത്. അതായത് യുക്രൈൻ ആക്രമണം നടന്നിരിക്കുന്നു റഷ്യയുടെ എണ്ണപ്പാടങ്ങളിൽ, അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് എണ്ണ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിനകത്ത് ചില രീതിയിൽ എണ്ണ ഷോർട്ടേജ് ഉണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് ആ യോഗത്തിൽ അറിയിച്ചത്. ഇങ്ങനെയുള്ള ഒരു വിവരമല്ലാതെ ഇന്ത്യയുടെയോ റഷ്യയുടെയോ അധികൃതർ ഈ എണ്ണ ക്രൈസിസിനെ കുറിച്ചോ ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയെക്കുറിച്ചോ ഒന്നും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. റഷ്യയിലേക്ക് എണ്ണ കയറ്റുമതി കൂടി ചെയ്തു എന്ന് അമേരിക്ക അറിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഇത്തരത്തിൽ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് യുക്രൈൻ ആക്രമണം നടത്തുകയും അതിനെ അധികരിക്കാനായി അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായി ഇന്ത്യ റഷ്യയെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. പക്ഷേ അത് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബെലാറസ് ആണ് ഈ റഷ്യയ്ക്ക് മറ്റൊരു എണ്ണ സോഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്ട് 70,000 മെട്രിക് ടൺ ഗ്യാസോലൈൻ ഇതിനോടകം തന്നെ ബെലാറസ് റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നും 4 ലക്ഷം മെട്രിക് ടണ്ണോളം ഗ്യാസോലൈൻ ഇറക്കുമതി ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ, ക്രൈസിസ് പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയുടെ നയമായിട്ടുള്ളത്, റഷ്യയുടെ ലക്ഷ്യമായിട്ടുള്ളത്. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. ആ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുക്രൈൻ്റെ കുറച്ചധികം പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾ അമേരിക്കയുടെയും മറ്റു പല രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. റഷ്യയും യുക്രൈനും കടുംപിടുത്തം പിടിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. റഷ്യയും യുക്രൈനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ലഭ്യമായി തുടങ്ങിയത്. ആ സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനുള്ള യുക്രൈൻ്റെ യുദ്ധതന്ത്രം പുറത്തു വരുന്നത്. അത് തീർച്ചയായും റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പക്ഷേ സഹായിക്കാൻ ഇന്ത്യ അരികിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.